എമ്പുരാൻ ലൂസിഫറിന്റെ പാർട്ട് 2 സിനിമ ആദ്യത്തെ ഷോ തന്നെ അബുദാബിയിൽ പോയി കണ്ടു. ആദ്യമേ പറയാനുള്ളത് മലയാളികളായിട്ടുള്ള എല്ലാ ആളുകളും ഈ സിനിമ കാണുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഭാഷയിൽ ഇതുപോലെ വലിയ സ്കെയിലുള്ള ഒരു സിനിമ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് സിനിമയാണോ ഹോളിവുഡ് സിനിമയാണോ നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് പല ഘട്ടത്തിലും തോന്നിപ്പോകും. ആ ലെവലിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയുടെ പ്രത്യേകത. ഇത്രയും വലിയ ഒരു സ്കെയിലിൽ ഒരു മലയാളി സംവിധായകൻ ഒരു സിനിമ ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ സിനിമയെക്കുറിച്ച് അഭിമാനത്തോടെ പറയാനുള്ളൊരു കാര്യം. പിന്നെ ഒരു സാധാരണ സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആള് എന്നുള്ള സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലൂസിഫർ സിനിമ പോയി കണ്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ട്. ആ ഒരു സംതൃപ്തി ഈ സിനിമയ്ക്ക് തരാൻ സാധിക്കണമെന്നില്ല. കാരണം ഇത് വേറൊരു ടൈപ്പ് ഓഫ് സിനിമയാണ്, വേറൊരു ലെവലിലുള്ള സിനിമയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളെയും അവരുടെ കഥാപശ്ചാത്തലവും അവരുടെ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് മനപ്പാടാണ്. നമുക്കറിയാം ഇവരാരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഓരോ കഥാപാത്രങ്ങളെ റിവീൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അത് മാത്രമല്ല, ഈ സിനിമയിൽ തുടക്കം മുതൽ ഇതിന്റെ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനകത്ത് മമ്മൂട്ടി വരും, ഷാറുഖ് ഖാൻ വരും, അമീർ ഖാൻ വരും, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ വച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ച് ആ ഒരു പ്രതീക്ഷ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മളുടെ പ്രാദേശിക ഭാഷയിൽ നിന്നുകൊണ്ട്, മലയാളത്തിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ സ്കെയിലിൽ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അത്രയും വിപുലമായിട്ടുള്ള രീതിയിലുള്ള സെറ്റപ്പിലാണ് സിനിമ ഉണ്ടാക്കിയത്. നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് തോന്നി ഇതൊരു മലയാള സിനിമ തന്നെയാണോ എന്ന് തോന്നിപ്പോകും. ആ രീതിയിലുള്ള മേക്കിംഗ് ആണ്, ആ രീതിയിലുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയിലുള്ളത്. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള വലിയ തരത്തിലുള്ള യന്ത്ര സാമഗ്രികളും വെടിവെപ്പും വെടിയും പുകയും ഇടിയും ഒക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം നിങ്ങൾക്ക് മുടക്കുന്ന പൈസ ഒരു തരത്തിലും നഷ്ടമാകുന്ന ഒരു സിനിമയല്ല. പക്ഷേ ഒരു സാധാരണ സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഈ അടുത്ത് നമ്മൾ കണ്ട രേഖാചിത്രം, ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതുപോലുള്ള ഔസേപ്പിന്റെ ഉസ്യത്ത്, വിജയരാഘവൻ അഭിനയിച്ച മറ്റൊരു സിനിമ ഉണ്ടല്ലോ ആസിഫലിയുടെ കൂടെ, അത്തരത്തിലുള്ള സിനിമകളൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ആ സിനിമകൾ, അത് ചെറിയ സ്കെയിലിലുള്ള സിനിമകളാണെന്നുണ്ടെങ്കിലും അത് കണ്ടിറങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട്. അതല്ലെങ്കിൽ ആ സിനിമയിലെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ പോരാറുണ്ട്, അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറുണ്ട്, അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം അത് നമുക്ക് എപ്പോഴും തരുന്നത് ഒരു പുതിയ സിനിമ അനുഭവമാണ്. നമ്മൾ പുതിയതായിട്ടുള്ള ഒരു കാര്യത്തെ പുതിയതായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ് അത്തരത്തിലുള്ള സിനിമകളെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ആ സിനിമകൾ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം ഇത് വലിയ സ്കെയിലിലുള്ള സിനിമയാണ്. അത് മാത്രമല്ല, ഇതിനകത്തുള്ള കഥാപശ്ചാത്തലം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയം, ഇവിടുത്തെ ജാതി മത വിദ്വേഷം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യം ഒരു സിനിമയിലൂടെ ചിത്രീകരിച്ച് നമുക്ക് കാണിക്കുമ്പോൾ നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ് തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. പക്ഷെ വലിയ സ്കെയിലിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടം വരുന്ന സിനിമയല്ല എന്നുള്ളത് നിസ്സംശയം പറയാം.